നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങളുടെ വീട്ടില്, എന്റെ വീട്ടില് ഞാനിപ്പോ ഒന്നിനും കൊള്ളാത്തവളാ. പേരും കള്ളിയ. നിങ്ങളുടെ കൂടെ ജീവിച്ചതിന് എനിക്ക് കിട്ടിയ സമ്മാനമാ ഇതൊക്കെ. പിടിക്കപ്പെടാതെ പോകാമായിരുന്നില്ല എനിക്ക്. എനിക്ക് അത്രത്തോളം മിടിക്കില്ല. ഇതിനു മുൻപ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. എടോ, അച്ഛന്റെ കണ്ടീഷൻ അല്പം മോശമാണ്. അച്ഛനെ ഏറ്റവും കൂടുതൽ ടെൻഷനാക്കുന്നത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാ. പറയാറുന്നില്ലേ പ്രശ്നങ്ങളുണ്ടെന്ന്? ഇല്ല, പറ്റില്ല. അച്ഛൻ എന്തെങ്കിലും പറ്റിയാ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. എടോ, തന്നെ കണിമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു. അതാ ഞാനിപ്പോ വന്നത്. നിങ്ങൾ പോവാൻ പറയുമ്പോ പോണം, വരാൻ പറയുമ്പോ വരണം. കണിമംഗലത്തിന്റെ മുറ്റത്ത് വാങ്ങിക്കെട്ടിയ പട്ടിക്കുട്ടിയാ ഞാൻ. ഞാൻ നിങ്ങളുടെ ആരും അല്ലാന്ന് നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ അച്ഛൻ എന്ത് സംഭവിച്ചാ എനിക്ക് എന്താ? എടോ, അച്ഛന്റെ മനസ്സൊന്നും തണുപ്പിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാ. എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. എന്റെ വീട്ടിൽ നാണം കെടാനുള്ളത് മുഴുവനും നാണം കെട്ട് കഴിഞ്ഞു. ഇനി എന്ത് നോക്കാൻ? എടോ, ഞാൻ തന്നോട് റിക്വസ്റ്റ് ചെയ്യാ. താൻ എന്നോട് ചില ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാനത് അംഗീകരിച്ച് തന്നിട്ടുണ്ട്. തൽക്കാലം എന്റെ കൂടെ വരുന്നതിന് കൂടുതൽ താൻ എന്തെങ്കിലും ചോദിച്ചാലും എനിക്കത് പ്രശ്നമല്ല. വീണ്ടും വിലപേശൽ അല്ലേ? ഇതിപ്പോ എന്റെ നിസ്സഹായാവസ്ഥയാണ്. താൻ വന്നേ പറ്റൂ. അച്ഛനൊന്ന് പൂർണ്ണമായിട്ട് റിക്കവർ ആകുന്നവരെങ്കിലും. അത് കഴിഞ്ഞ സന്ദർഭം നോക്കി ഞാൻ അച്ഛനോട് സംസാരിക്കാം. തനിക്ക് തന്റെ വഴിക്ക് പോവുകയും ചെയ്യാം. ഞാനേ 2 കണ്ടീഷൻസ് പറയാം. അത് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ വരാം. ഇല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിക്കണ്ട. കേൾക്കട്ടെ. 1, എനിക്ക് വേണ്ടി ചില നല്ല പ്രോജക്ട്സ് എന്റെ ഫ്രണ്ട്സ് നോക്കുന്നുണ്ട്. അതേതെങ്കിലും ശരിയായാല് അഭിനയിക്കാൻ പോവേണ്ടി വരും. പക്ഷെ പടം പുറത്തിറങ്ങുന്നത് വരെ ഞാനത് രഹസ്യമായിട്ട് ചെയ്തോളാം. പടം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നൊരു രഹസ്യത്തിന്റെ ആവശ്യം എനിക്ക് വരില്ലല്ലോ. സമ്മതമാണോ? ആരും അറിയാതെ തനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തടയുന്നത് ശരിയല്ലല്ലോ. പിന്നെ അടുത്തത്, ഞാൻ പറഞ്ഞില്ലേ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം. അതിനെനിക്ക് ഒരുപാട് പിന്തുണ വേണ്ടി വരും, സാമ്പത്തികമായിട്ട്. അതും ചെയ്യണം. അത് ഞാൻ മുമ്പേ സമ്മതിച്ചല്ലോ. ഇപ്പോ കണ്ടീഷൻസ് മാറിയല്ലോ. കുറച്ചുകൂടി നല്ല ലെവലിലുള്ള ഒരു സിനിമയായിരിക്കും ഞാൻ ഇനി പ്ലാൻ ചെയ്യുന്നത്. അത് നടത്തി തരണം. വെറുതെ വേണ്ട. ലാഭം കിട്ടുമ്പോ മുതലും പലിശയും ചേർത്ത് തിരിച്ചു തന്നേക്കാം. ശരി. ഇവിടെ അമ്മയോടും അച്ഛനോടും മുത്തശ്ശോടും ഒക്കെ എന്ത് പറയും? തല താഴ്ത്തിയാ ഞാൻ ഇവിടേക്ക് വന്നത്. തല ഉയർത്തി എനിക്ക് തിരിച്ചു പോണം. അതിനെന്താ വേണ്ടെന്ന് വരുണ ആലോചിച്ചോ? ആലോചിക്കാം. തനിക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.